Thank you. All right. Good morning, everyone. Thank you so much for joining. Sharath, നമ്മുടെ എല്ലാ ശരത് എല്ലാ ഗ്രൂപ്പിലും അറിയിക്കുക. നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. Good morning, sir. Good morning. Good morning, sir. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണ്. ഓക്കെ, ഓൾ റൈറ്റ്, വെരി ഗുഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും കട്ടമുട്ട് ഇന്നും കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഡേ 5 വർക്ക് ബുക്ക് തന്നിരുന്നു. നിങ്ങൾ ആരെങ്കിലും ചെയ്തോ? ആ പഴയ ആവേശമൊന്നും കാണുന്നില്ല. ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ലൈഫ് ലൈഫ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന പാർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വർക്ക് ബുക്ക് തന്നിട്ടുണ്ട്. ആ വർക്ക് ബുക്ക് നിങ്ങൾ ചെയ്യണം എല്ലാവരും. ഇബ്രാഹിം അറിയതേ? ഓൾ റൈറ്റ്. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സ് വരുന്നുണ്ട്. നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്കുള്ള റിസൾട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. സോ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? ആ വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം. നിങ്ങൾ എത്ര മണിക്കാണ് ഇപ്പൊ ഡെയിലി കറക്റ്റായിട്ട് ഈ ഒരു കോഴ്സിന് ശേഷം ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? ഡെയിലി കറക്റ്റായിട്ട് എഴുന്നേൽക്കുന്നുണ്ടോ? സുബേദ മാം അറിയത്? ഓക്കെ, ചില ആൾക്കാർ ഓക്കെ, പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യണം, മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ള രീതിയിൽ എന്തായിരിക്കണം, റെഡിയായിരിക്കണം. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ആ കോട്ട് ഇതാണ്. അതായത് നമ്മളൊരു വചനം, നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോ സെഷനും നല്ല വചനങ്ങളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ വചനം എന്ന് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കയറാൻ ഭയപ്പെടുന്ന ഗുഹയ്ക്കകത്താണ് നിങ്ങൾ തേടുന്ന നിധി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രവേശിക്കാൻ ഭയപ്പെടുന്ന ഗുഹയ്ക്കകത്താണ് നിങ്ങൾ തേടുന്ന നിധി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾ പ്രവേശിക്കാൻ ഭയപ്പെടുന്ന ഗുഹയ്ക്കകത്ത് നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആർക്കാണ് പറയാൻ പറ്റുക? എനിബഡി? ഓക്കെ, ഇനി ആരും പറയുന്നില്ല. ഭയത്തിനെ ഓവർകം ചെയ്യണം, സധൈര്യം, എന്നാലാ നിധി കിട്ടും. യെസ്, അതായത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. നമ്മളിൽ അധികം ആൾക്കാർക്കും പേടിയാണ്. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പേടിയാണ്, വലിയ മാറ്റങ്ങൾ വരുത്താൻ പേടിയാണ്, വലുതിനെ എന്തിനേയും ഭയപ്പെടുന്നു, വലുത് പ്രയാസമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ലൈഫിൽ വല്ല മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? നമ്മളെ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് നിങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, എന്നാൽ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നെ അറിയാം പല കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. എന്താ കാരണം? നമുക്ക് ഭയമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ്ലി മാറിയും. ആ പുസ്തകം എഴുതണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എഴുതില്ല. ഒരു സ്റ്റേജിൽ പോയിട്ട് പ്രസംഗിക്കണം എന്നിട്ട് ആഗ്രഹമുണ്ട്, ഇത് ചെയ്യില്ല. നമ്മൾ ഇന്ന നാട്ടിൽ നിന്ന് നമ്മളൊന്ന് വേറെ നാട്ടിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും, പക്ഷെ നമ്മൾ പോകില്ല. നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. പലപ്പോഴും ഭയമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ വേറൊരു ചൊല്ലും കൂടെ ഉണ്ട്, ചേർത്ത് പറയാവുന്ന ചൊല്ലിങ്ങനെയാണ്, ഈ ഭയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അല്ലെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ സ്വപ്നവും തമ്മിലുള്ള ആ ഒരു അകൽച്ചയ്ക്ക് കാരണം നിങ്ങൾ നിങ്ങളോട് പറയുന്ന പച്ചക്കള്ളക്കഥയുണ്ട്.
ആ കഥയാണ്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ദർ ഇസ് എ ബുൾഷിറ്റ് സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിങ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥയാണ് എന്ന് വെച്ചാൽ ന്യായീകരണം. ആ ന്യായീകരണത്തിന്റെ കഥയുണ്ട്. നിങ്ങളെ ഭയപ്പെടുന്ന വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന കഥകളാണ്. അതിങ്ങനെയാവും, അതങ്ങനെയാവും, ഇതിങ്ങനെയാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കയറ്റി കൂട്ടുന്ന ചിന്തിച്ചു കൂട്ടുന്ന ഒരുപാട് കഥകളുണ്ട്. ഈ കഥകളാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. വേറെ ഒരാളുമല്ല നിങ്ങളെ ഭയപ്പെടുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വേറെ ആൾക്കാരല്ല. മറ്റുള്ളവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആദിയോടുകൂടി ചിന്തിക്കും. അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് ശീലിച്ച് എന്ത് വന്നാലും അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളായി മാറിയിട്ടും അത് അങ്ങനെയാകുമോ, അതെങ്ങനെയാകുമോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശ്വസിക്കണം, എന്ത് വന്നാലും വേണ്ടിയില്ല, ഞാനിത് ചെയ്യാൻ പോകുന്നു. എനിക്കറിയില്ല എന്താകുമെന്ന്. നമ്മളോട് പറയേണ്ടത് എനിക്കറിയില്ല എന്താകുമെന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു നല്ല രീതിയിലാകും. ഇനി ആയിട്ടില്ലെങ്കിൽ ഞാൻ ആക്കിയെടുക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. ഡോണ്ട് തിങ്ക് ടു മച്ച്. അധികം ആൾക്കാരും എന്താ വെച്ചാൽ കഥകൾ പറഞ്ഞ് സ്വയം അതിനെക്കുറിച്ച് ചിന്തിച്ച് അനാലിസിസ് നടത്തി പരാലിസിസിലേക്ക് പോവുകയാണ്, ഒരു അസുഖാവസ്ഥയിലേക്ക് പോവുകയാണ്. എന്താണ് പരാലിസിസ്? അനാലിസിസ് പരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സ്വയം ചിന്തിച്ചു കൂട്ടി ഓവർ തിങ്ക് ചെയ്തിട്ട് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ യഥാർത്ഥ പ്രശ്നമായിട്ട് കാണാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് അതിനെ വലുതാക്കി കളയും. നമ്മൾ എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിനെക്കാട്ടിലും അതിൻ്റെ യഥാർത്ഥ സംഗതികൾ, അതിന് വലുപ്പത്തെക്കാട്ടിലും കൂടുതൽ രീതിയിൽ അതിനെ ചിന്തിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റും. അങ്ങനെ വലിയ പ്രശ്നമാക്കി മാറ്റുമ്പോൾ ആ കഥകളാണ് നമ്മളെ സ്റ്റക്കാക്കി നിർത്തുന്നത്. ആ കഥകളാണ് നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആ കഥകൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ആ കഥകൾ എന്ത് ചെയ്യും? ദയവ് ചെയ്ത് പറയാതിരിക്കുക. ആ കഥകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഭയപ്പെടുത്തുന്ന കഥകൾ, ദുരന്തത്തിന്റെ കഥകൾ, പ്രയാസങ്ങളുടെ കഥകൾ പറയാതിരിക്കുക, ആലോചിക്കാതിരിക്കുക. ജസ്റ്റ് ഡു ഇറ്റ്. ജസ്റ്റ് എൻഡർ. ആ ഗുഹയ്ക്കകത്തേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന നിധി കിടക്കുന്നത് എവിടെയാണ്? ആ ഭയപ്പെടുന്ന, നിങ്ങൾ പ്രവേശിക്കാൻ ഭയപ്പെടുന്ന ഗുഹയ്ക്കകത്താണ്. ജോസഫ് ക്യാമ്പൽ എന്ന് പറയുന്ന വിഖ്യാത പെർഫോമൻസ് കോച്ചായിട്ടുള്ള, ലീഡർഷിപ്പ് കോച്ചായിട്ടുള്ള ജോസഫ് ക്യാമ്പൽ പറഞ്ഞതാണ്, നിങ്ങൾ കടക്കാൻ ഭയപ്പെടുന്ന, പ്രവേശിക്കാൻ ഭയപ്പെടുന്ന ആ ഗുഹയ്ക്കകത്താണ്. അപ്പൊ നമ്മുടെ നിധി എവിടെയാണ്? നമ്മൾ ഭയപ്പെടുന്ന കാര്യമുണ്ടോ? അതിലാണ്. അത് ചെയ്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്തേ പറ്റൂ. ടോണി റോബിൻസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, ഇഫ് യു ആർ സ്കെയർഡ് ടു ഡു ഇറ്റ്, യു മസ്റ്റ് ഡു ഇറ്റ്. നിങ്ങൾക്ക് ഭയമുള്ള ഒരു കാര്യമുണ്ടോ എങ്കിൽ എന്തായാലും ചെയ്യണം. കാരണം അതിനകത്താണ് നിങ്ങളുടെ നിധി ഒളിഞ്ഞു കിടക്കുന്നത്. നിങ്ങളുടെ ലൈഫ് നിധി ഒളിഞ്ഞു കിടക്കുന്ന കാര്യം അതാണ്. നിങ്ങൾക്കറിയാം ഏതാണ് ആ ഗുഹ. നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകുക. ആ ഗുഹയുടെ മുൻപൂടെ എന്നും നിങ്ങൾ പോകാറ്, എന്നും നിങ്ങൾ അവിടെ ചെന്ന് നോക്കി നിൽക്കാറുണ്ട്. നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്ന് നല്ല ആഗ്രഹം, അത് ചെയ്യണമെന്നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള പോകണ്ട, അതിനുള്ളിൽ പാമ്പുണ്ടാകും, അതിനുള്ളിൽ കടുവയുണ്ടാകും, അതിനുള്ളിൽ സിംഹമുണ്ടാകും, അതിനുള്ളിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ടാകും, നീ കൊല്ലപ്പെടും എന്ന കഥകൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ നീ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നീ ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത്, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എന്തിനുള്ള സമാധാനം കളയുന്നു? വെറുതെ എന്തിനാ അതിലേക്ക് പോകുന്നു? പോകണ്ട, പ്രവേശിക്കണ്ട. അപ്പം അതുകൊണ്ട് എന്താ? നിധി നമുക്ക് കിട്ടാതെ കാലാകാലം നിരോധിച്ചു. ശരിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റ് ഡോണ്ട് തിങ്ക് ടു മച്ച്, എൻ്റർ. ആ ഗുഹയ്ക്കകത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നം എന്താ വെച്ചാൽ വെളിച്ചമില്ല എന്നുള്ളതാണ്. ഗുഹ ഇരുട്ടാണ്, അതാണ് ഭയം. കുറച്ച് വെളിച്ചമായിട്ട് പോവുക. എന്താണ് വെളിച്ചം? ഗുഹയ്ക്കകത്ത് എങ്ങനെ പ്രവേശിക്കാം? ഓരോ ഗുഹയും വ്യത്യസ്തമാണ്. ചിലത് നീണ്ടതാണ്, ചിലത് റൗണ്ടാണ്, ചിലത് ചെറുതാണ്, ചിലത് വലുതാണ്, ചിലത് ഇടുങ്ങിയതാണ്. പക്ഷെ എല്ലായിടത്തേക്കും ആവശ്യമുള്ള ഒരേ ഒരു സാധനമാണ്
വെളിച്ചം. കാരണം അതിനുള്ളിൽ എന്താകും എന്നുള്ള ഭയം, എന്താണ് നടക്കാനുള്ളത് അറിയില്ല എന്നുള്ള ഭയം. ആ ഒരു വെളിച്ചം അതെന്താണ്? അറിവാണ്. അറിവ് നേടുക. അറിവ് നേടാൻ എന്ത് ചെയ്യണം? കോഴ്സുകൾ ചെയ്യണം, പഠിക്കണം. അറിവ് നേടണം. അറിവ് നേടിക്കഴിഞ്ഞാൽ എല്ലാ ഭയവും. അജ്ഞതയിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. രാത്രിയെ ആൾക്കാർക്ക് ഭയമാണ്, ഗുഹയ്ക്കകം ആൾക്കാർക്ക് ഭയമാണ്. കാരണം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നിങ്ങൾ തേടുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് അറിയില്ല എന്താ സംഭവിക്കുക. അപ്പൊ അറിയാത്തതിന്റെ പേരിൽ ചിന്തിച്ചു കൂട്ടുന്ന ഭയം. അപ്പൊ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളത് പഠിക്കുക. ബിസിനസ് ചെയ്യാൻ പേടിയാണെങ്കിൽ, പുസ്തകം എഴുതാൻ പേടിയാണ്, പഠിക്കാൻ ശ്രമിക്കുക. അതിങ്ങനെ ചെയ്യാം. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്? പഠിച്ചു കഴിയും തോറും ഭയം കുറയും. പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സത്യം ബോധ്യപ്പെടും. അറിവ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ സത്യം ബോധ്യപ്പെടും. സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും. എന്തിൽ നിന്ന്? ഭയത്തിൽ നിന്ന്. അറിയാത്തതല്ലേ നമ്മുടെ പ്രശ്നം. അപ്പൊ അറിവ് നേടുക. അറിവ് നേടിയാലും ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞ കഥകൾ കേട്ടിട്ട് ഭയം ഉണ്ടാകും. അറിവ് നേടുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഓക്കെ, ഞാൻ വെറുതെ ഭയപ്പെടുകയായിരുന്നു, ഞാൻ വെറുതെ ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾ കേട്ട കഥകളുണ്ട്. ഈ കഥകള് അതാണ് സത്യമെന്ന് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്, ഇല്ലേ? കഥാവിശ്വാസികളാണ് പലരും. പക്ഷെ കഥാവിശ്വാസികൾ നിങ്ങൾ കേട്ടില്ല? മതവിശ്വാസികൾ എന്ന് പറഞ്ഞ പോലെ കഥാവിശ്വാസികൾ. കഥകൾ വിശ്വസിച്ചു. കഥകൾ വിശ്വസിച്ചിട്ട് എന്താ വെച്ചാൽ ആ ഒരു കഥാവിശ്വാസിയായി മാറി. കഥകൾ വിശ്വസിച്ചിട്ട് കഥകൾ കേട്ടിട്ട് അങ്ങനെ പോകും. എന്നിട്ട് പേടിച്ച് 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 ജീവിക്കുക. കഥകൾ കേട്ടിട്ട് പേടിക്കില്ല. കഥകൾ നിങ്ങൾക്ക് മാറ്റി എഴുതാം. കഥകളിലെ സത്യം അന്വേഷിക്കുക. അപ്പൊ സത്യം അന്വേഷിക്കണം. സത്യം അന്വേഷിക്കുന്ന ഒരു അന്വേഷിയാവണം. ദ സീക്കർ ഓഫ് ട്രൂത്ത്. കേട്ടതെല്ലാം അപ്പാടെ വിഴുങ്ങി, കേട്ടതെല്ലാം കേട്ട് ഭയപ്പെട്ട് ജീവിക്കരുത്. യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് പഠിക്കണം. പഠിക്കും തോറും നിങ്ങൾ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യം നേടും. അല്ലാതെ കേട്ടതെല്ലാം വിശേഷിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണെന്നും വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തി ഇല്ലാണ്ടാക്കിയത്. ഭയപ്പെടുന്ന ഒരു കഥയും വിശ്വസിക്കരുത്. മനസ്സിലാവുണ്ടോ? നെവർ ബിലീവ് എനി സ്റ്റോറി വിച്ച് ഈസ് ഡിസ്എംപവറിംഗ് യു. നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. നെവർ എവർ ബിലീവ്. ഒരു സ്റ്റോറിയും വിശ്വസിക്കരുത്, കഥയും വിശ്വസിക്കരുത്, ഒരു പ്രവചനവും വിശ്വസിക്കരുത്. നിങ്ങൾ പരാജയപ്പെടും, നീ ഒന്നുമാകില്ല, നീ മരിക്കും, നീ ഇത്ര കാലം കൊണ്ട് നിനക്ക് അസുഖം വന്നിട്ടുണ്ട്, നിനക്ക് ഇന്ന അസുഖമാണ്, അല്ലെങ്കിൽ നീ ഇത്ര കാലം കൊണ്ട് മരിക്കും, നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, നിനക്ക് പ്രയാസമാകും എന്ന് ആൾക്കാർ പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. നെവർ ബിലീവ് ഇറ്റ്. നിങ്ങളെ ഡിസംപവർ ചെയ്യുന്ന, നിങ്ങളെ ഡൗൺ ആക്കി കളയുന്ന, തകർത്ത് കളയുന്ന ഒരു സ്റ്റോറിയും ഒരു കഥകളും വിശ്വസിക്കരുത്. ഒരു പ്രവചനവും വിശ്വസിക്കരുത്. Always believe in magic. Always believe in miracles. Always believe in possibilities. Possibilities എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എനിക്കെന്തും സാധ്യമാണ് എന്നുള്ള പോസിബിലിറ്റിയിൽ വിശ്വസിക്കണം. എനിക്കെന്തും നേടിയെടുക്കാൻ പറ്റുമെന്ന പോസിബിലിറ്റിയിൽ വിശ്വസിക്കണം. കാരണം പോസിബിലിറ്റിയിൽ വിശ്വസിക്കുമ്പോഴേ ഉപകാരമുള്ളൂ, നേട്ടമുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകുന്ന ജീവിതത്തിന് അതേ ആവശ്യമുള്ളൂ. അതല്ലാതെ നിങ്ങളെ തളർത്തുന്ന, ഡൗൺ ആക്കുന്ന കഥകളിൽ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടാണ് പോകാനുള്ളത്, നിങ്ങൾക്ക് പിന്നോട്ടല്ല പോകാനുള്ളത്, തളരാനല്ല ഉള്ളത്, ഇരിക്കാനല്ല ഉള്ളത്. യു വാണ്ട് ടു ഇംപ്രൂവ്. കാരണം ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദെൻ വൈ യു വാണ്ട് ടു ബിലീവ് ഇൻ ദാറ്റ്? പിന്നെ എന്തിനാ നിങ്ങളത് വിശ്വസിക്കണം? ആവശ്യമില്ലാത്തൊരു കാര്യം എന്തിനു കൊണ്ടു നടക്കണം? നിങ്ങളതിൽ വിശ്വസിക്കണം. ഓക്കെ, ശരിയാണോ പറയുന്നത്? സോ കഥകൾ വിശ്വസിക്കല്ലേ. കഥകൾ പറയാൻ 1000 പേര് കാണും. ആ കഥകൾ പാടി നടക്കുന്നവരാരാ? കൂടുതൽ ഭയപ്പെട്ടവരാ, കൂടുതൽ ഈ പ്രോഗ്രാം ചെയ്യപ്പെട്ടവരാണ്. നോക്കൂ,
നിങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ കഥകളും പാടി നടക്കുന്നതും എല്ലാ കഥകളും, രണ്ടുപേരാണ് കഥകൾ പാടി നടക്കുക. ഒന്ന് 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ചൂഷണം ചെയ്യുന്നവർ കഥകൾ ഉണ്ടാക്കും. ആരെയാണോ ചൂഷണം ചെയ്യേണ്ടത്, ആരെയാണോ ഭയപ്പെടുത്തി നിർത്തേണ്ടത്, ഭയപ്പെടുത്തി നിർത്തിയിട്ട് ആർക്കാണോ നേട്ടം, ആ നേട്ടം ഉണ്ടാക്കുന്ന ആൾക്കാർ കഥകൾ പറയും. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്, അത് ശരിക്കും വിശ്വസിച്ച് ഭയപ്പെട്ടവർ, ഇവരും ആ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഭയപ്പെട്ടവർക്ക് മറ്റുള്ളവരെ, കൂടെയുള്ളവരെ കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കഥകൾ പറഞ്ഞിട്ട്. ഈ 2 ആൾക്കാരാണ് ഭയത്തെ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഭയത്തെ നിങ്ങൾ ശരിക്കും എന്താ വെച്ചാൽ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക രീതിയിൽ പോകും. എന്നാൽ ഇതിനെ വിശ്വസിക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് അത് വിശ്വസിക്കാൻ തയ്യാറല്ല, അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാർ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, ദിസ് ഈസ് ബുൾഷിറ്റ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ച്, വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് സ്വന്തം കഥ രചിക്കുന്നവന്റെ യാത്രയാണ് ഹീറോയുടെ യാത്ര. ഞാൻ ഉണ്ടാക്കും എൻ്റെ കഥ, ഞാൻ എന്ത് ചെയ്യും, പുതിയ കഥ രചിക്കും, ഞാൻ എന്ത് ചെയ്യും, പുതിയ ചരിത്രം സൃഷ്ടിക്കും. ഈ പറഞ്ഞ ഭയപ്പെടുത്തുന്ന, അത് ചെയ്തു കഴിഞ്ഞാൽ നീ പരാജയപ്പെട്ടു പോകും, ഇത് ചെയ്തു കഴിഞ്ഞാൽ നീ പരാജയപ്പെട്ടു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, പണം ഉണ്ടാക്കുന്നവരോടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പണം ഉണ്ടാക്കുന്നവരൊക്കെ കഥകൾ വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവരാണ്. ദേ ആർ നോട്ട് റെഡി ടു ബിലീവ്. അവര് നടക്കൂല എന്നല്ല, നടക്കും, നടത്തിയെടുക്കും. അവർക്ക് നിയമങ്ങൾ ബാധകമല്ല. അവർക്ക് ഇവിടെ എന്ത് വെച്ചാൽ ശരി തെറ്റ് എന്ന് പറഞ്ഞ സംഗതികളില്ല. അവർക്ക് എന്ത് ചെയ്യുന്നു, ആരെയും ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ദാറ്റ്സ് ഓൾ. ഐ എം ഗോയിങ് ടു മേക്ക് മണി. എനിക്കറിയാം തെറ്റ് ചെയ്താൽ എനിക്ക് പണി കിട്ടും, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിയമത്തിന്റെ കുരുക്കിലാകും, ഞാൻ പണി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, അത് ചെയ്യാതെ നിയമത്തിന്റെ കുരുക്കിലാകും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പണം ഉണ്ടാക്കണം, ഞാൻ അധ്വാനിക്കണം, ഞാൻ ബിസിനസ് ചെയ്യണം, ഞാൻ കഷ്ടപ്പെടണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നതേ ഉള്ളൂ, പണിയെടുത്താലേ എനിക്ക് കിട്ടാവുന്നതാണ്, അത് ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഐ എം റെഡി ടു വർക്ക് ഹാർഡ്. ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് ഭയമുണ്ടാകാം, ആ ഭയമുണ്ടെങ്കിൽ പോലും ഭയത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. അടുത്തൊരു ചൊല്ലുണ്ട്, ആ ചൊല്ല് പറയട്ടെ. ചൊല്ലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? പഴഞ്ചൊല്ലുകളാണ്, നല്ല അറിവിന്റെ ചൊല്ലുകളാണ്. അതിൽ പറയുന്നു, ഭയത്തെ പറ്റി പറയുമ്പോൾ പറയുന്നൊരു അടുത്തൊരു ചൊല്ലുണ്ട്, ആ ചൊല്ലുതാണ്. It will be hard in the beginning, it will be messy in the middle, and it will be peaceful at the end. ഏതൊരു മാറ്റവും, ഏതൊരു പുതിയ മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ തുടങ്ങുമ്പോഴും ആദ്യത്തിൽ പ്രയാസവും, മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും, അന്ത്യത്തിൽ ശാന്തവുമായിരിക്കും. നിങ്ങളിപ്പോൾ ചിന്തിച്ചു കൂട്ടുന്ന വഴിയുണ്ടല്ലോ, യാത്രയുണ്ടല്ലോ, ആദ്യം കുറച്ച് പ്രയാസമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ചെന്നാൽ ചിലപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ വരും. എന്തായാലും ആദ്യഘട്ടം പ്രയാസമായിരിക്കും. കാരണം അത് പഠിക്കാനെടുക്കുന്ന സമയമാണ്, പഠിക്കാനെടുക്കുന്ന പീരീഡാണ്. അതിന് മനസ്സിന് പരിചയമില്ല, അറിയില്ല എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടണം. കാരണം നമ്മുടെ ബ്രെയിൻ അത് അറിയില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല. ബ്രെയിൻ ചിന്തിക്കുന്ന ഏതൊരു കാര്യം കേൾക്കുമ്പോഴും അത് ത്രെട്ടായിട്ടാണ്, പുതിയ ഏതൊരു കാര്യത്തെയും ഭീഷണിയായിട്ടാണ് കാണുന്നത്. കാരണം ബ്രെയിൻ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ സംരക്ഷിക്കാനാണ്. അപ്പോൾ പുതിയ ഏതൊരു കാര്യം കഴിയുമ്പോഴും സംശയത്തോടു കൂടിയാണ്, അതങ്ങനെയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാകില്ല. ഒരു വണ്ടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്, വാഹനം ഓടിക്കാൻ ശ്രമിക്കുകയാണ്, പ്രയാസമായിരിക്കും ആദ്യം. കാർ ഓടിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ബൈക്ക് എടുത്തിട്ട് ഓടിച്ചിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവർക്ക് ആദ്യത്തിൽ അത് പ്രയാസമായിരിക്കും.
ബിക്കോസ് അത് പഠിച്ചെടുക്കാൻ പ്രയാസമാണ്. അത് മനസ്സിന് പരിചയമില്ല. എവിടെ ക്ലച്ച്, എവിടെ ഗിയർ, എവിടെ മറ്റുള്ള സംഗതികൾ, ആക്സിലേറ്റർ എങ്ങനെ, എന്ത് ബ്രേക്ക് എങ്ങനെ, ഇൻഡിക്കേറ്റർ എങ്ങനെ, മറ്റുള്ള സംഗതികൾ എങ്ങനെ, എല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട പ്രവൃത്തിയാണ് ബിസിനസ്. ആദ്യം പ്രയാസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതാണ് എല്ലാ പുതിയ കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലേക്ക് കോർഡിനേറ്റഡ് ആവാൻ, മനസ്സുമായിട്ടൊന്ന് പരിചയപ്പെടാൻ, മനസ്സുമായിട്ടൊന്ന് അതിൻ്റെ ഒരു ക്രമം മനസ്സിലാവാൻ, അതിൻ്റെ ഒരു നാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസമുണ്ടാകും. എവറി ചേഞ്ച്, എവറി ബിഗിനിങ്, ഇറ്റ് വിൽ ബി ഹാർഡ് ഇൻ ദ ബിഗിനിങ്. അതിൻ്റെ തുടക്കത്തിൽ എന്തായിരിക്കും? അത് ആദ്യത്തിൽ, അതിൻ്റെ തുടക്കത്തിൽ അത് പ്രയാസമായിരിക്കും. സോ ദാറ്റ്സ് ഓക്കെ. രണ്ടാമത്തത് എന്താ? ഇറ്റ് വിൽ ബി മെസ്സി ഇൻ ദ മിഡിൽ. മധ്യത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രയാസം എന്ന് പറഞ്ഞത് അത് മാത്രമല്ല, അതാകെ കുഴഞ്ഞു മറിയും. കാരണം ഈ പ്രയാസം അനുഭവിച്ച് നമ്മൾ തുടങ്ങുകയും ചെയ്തു, ഇത് പിന്നീട് പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞും ചെയ്തു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇങ്ങോട്ട് റെഡിയാവുന്നില്ല. കാരണം അതിൻ്റെ നാക്ക് കിട്ടിയിട്ടില്ല. അതാകെ മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് പ്രശ്നങ്ങളായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അതിലേക്ക് വരും. എക്സൈറ്റഡ് ആയിട്ട് വന്നതാണ്, പക്ഷേ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വന്നിട്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞ് കുടുങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തും. അതാണ് മധ്യത്തിൽ. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുമെന്ത്, ഞാനിത് എന്ത് ചെയ്യണം, പഴയതിലേക്ക് തന്നെ തിരിച്ചു പോയാലോ. ഒരുപാട് ആൾക്കാർ പഴയതിലേക്ക് തിരിച്ചു പോകും. അവരെ വിളിക്കുന്ന പേരാണ് അക്കരെ പച്ച. ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് അവിടെ അക്കരെ പച്ചയായിട്ട് തോന്നും. ലൈഫിൽ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഒരു സ്ഥലത്ത് പോയാലും നന്നാവില്ല. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലും നടക്കില്ല. കാരണം അവർക്കൊരു പാറ്റേൺ ഉണ്ട്. തുടങ്ങുക, കുടുങ്ങുക, രക്ഷപ്പെടുക. തുടങ്ങുക, കുടുങ്ങുക, പേടിച്ചോടി രക്ഷപ്പെടുക. അവർ ഭീരുക്കളാണ്. അവർ പക്വതയില്ലാത്തവരാണ്. മനസ്സിലാകുന്നുണ്ടോ? അവർ തൻറ്റേടികളല്ല, അവർ മനുഷ്യരല്ല, അവർ ഭീരുക്കളാണ്. വാല്യൂസ് ഇല്ലാത്ത മനുഷ്യനല്ലാതെ മൂല്യങ്ങളുള്ള മനുഷ്യനാകണം. റിയാലിറ്റി തിരിച്ചറിഞ്ഞ പക്വതയുള്ള മനുഷ്യനാകണം. അപ്പൊ ഭയമുണ്ടാകും, പ്രയാസമുണ്ടാകും. ആ പ്രയാസത്തിലൂടെ കടന്നു പോകാനുള്ള തൻ്റെയിടമാണ് പറയുന്നത് എന്ത്? അവനാണ് തൻ്റെതായിട്ടുള്ള ഇടം കണ്ടെത്തുന്നവൻ. അവനെ വിളിക്കുന്നവനാണ് തൻ്റെടി. ആ പ്രശ്നങ്ങൾക്ക് നടുവിലും തൻ്റെതായ ഒരു ഇടം കണ്ടെത്തി അവിടെ നിന്നിട്ട് പോരാടി വിജയിക്കുന്നവനാണ് തൻ്റെടി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ താന്തോന്നിയാവണം. ആരാ താന്തോന്നി? തനിക്ക് തോന്നുന്ന സ്വപ്നം എന്താണോ അതിൻ്റെ പുറകെ മറ്റുള്ളവരുടെ കഥകൾ വിശ്വസിക്കാതെ താൻ തോന്നുന്നത് എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരാളെ പേരാണ് താന്തോന്നി. അയാളെ ഭയമുള്ള ഭീരുക്കൾ എന്ത് ചെയ്യും? നാണം കെടുത്താൻ വേണ്ടിയിട്ട് താന്തോന്നിയാണ്, ധിക്കാരിയാണെന്ന് പറയും. ആരാ ധിക്കാരി? നിലവിലുള്ള കഥകളെ മുറിച്ചെഴുതി മുന്നോട്ട് പോകുന്ന, അതിനെ കീറി മുറിച്ച് അതിനെ ഇല്ലാണ്ടാക്കി തകർത്തെറിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ധൈര്യം കാണിക്കുന്നവരെ പറയുന്നവരാണ് ധിക്കാരി. ധീരനാണവൻ. കുറച്ചൊക്കെ ധിക്കാരമാവാം. അഹങ്കാരമല്ല. അവൻ അഹങ്കാരി എന്ന് വിളിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. സ്വന്തത്തിൽ വിശ്വസിക്കുന്നവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്, തളർത്താൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന പേരാണ് അതൊക്കെ. അഹങ്കാരി. നിങ്ങൾക്ക് അഹങ്കാരി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? ധിക്കാരി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? താന്തോന്നി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? ഫീൽ പ്രൗഡ്. നിങ്ങൾ അഭിമാനം കൊള്ളാൻ. കാരണം എന്താ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിലപാടുള്ളവനാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള യാത്ര പോകുന്ന ഒരാളാണ്. അത് തെറ്റായ യാത്രയിലല്ല എന്ന് ഉറപ്പുവരുത്താൻ. ഓക്കെ. അപ്പോൾ ലൈഫിൽ ശരിയായ വഴികളിലൂടെ പോവുക. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിമാനം കൊള്ളുക. എന്ത്?
നിങ്ങൾ ഒരു സ്വപ്നമുള്ള ഒരാളാണ്, വലിയ സ്വപ്നമുള്ള ഒരാളാണ്. ആരും ചെയ്യാത്ത കഥകളിൽ മറ്റുള്ളവരൊന്നും വിശ്വസിക്കാത്ത കഥയിൽ വിശ്വസിച്ച ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ആ കഥയിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. മറ്റുള്ളവർ ആരും പറഞ്ഞ കഥകളിൽ വിശ്വസിക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയുണ്ടാക്കി ആ കഥയിൽ വിശ്വസിച്ച് പോകുന്ന ധീരനായിട്ടുള്ള ഒരാളാണ്, ധീരയായിട്ടുള്ള ഒരാളാണ്. ഇനി നിങ്ങൾ ആരും നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പരിഹസിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വപ്നം വളരെ ചെറുതാണ്. നിങ്ങളുടെ സ്വപ്നം വളരെ ചെറുതാണ്. അപ്പൊ നിങ്ങളുടെ സ്വപ്നം തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ അഭിമാനം കൊള്ളുക, നിങ്ങളുടെ സ്വപ്നം വളരെ വലുതാണ്. ഭയമുണ്ടാകും. ഭയമുണ്ടായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മനസ്സിലാകുന്നുണ്ട? ഭയമുണ്ടായിക്കൊണ്ട് തന്നെ, ഭയത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രവേശിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞത് എന്താണ്? ആദ്യം പ്രയാസമായിരിക്കും, മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കും, പക്ഷെ ഇതെല്ലാം അവസാനത്തിൽ ശാന്തമായിരിക്കും. ഏത് യാത്രയെടുത്തോ നിങ്ങൾ അതിനൊരു വഴി കണ്ടെത്തും. യു വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട് ലേറ്റർ. വഴി നിങ്ങൾ കണ്ടെത്തും. മനസ്സുണ്ടാവണം, ഇത് ഞാൻ റെഡിയാക്കി എടുക്കും. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ഞാൻ ഇറങ്ങിത്തിരിക്കും, ഞാൻ അതെന്തെങ്കിലും റെഡിയാക്കി എടുക്കും. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാം നല്ല രീതിയിൽ സംഭവിക്കും എന്നുള്ള തിങ്കിങ് അല്ല. എന്തും സംഭവിക്കാം, ഞാൻ അതിനെ നല്ല രീതിയിൽ എടുക്കുകയും അതിനെ ഞാൻ നല്ല രീതിയിലേക്ക് മാറ്റി ശരിയാക്കി എടുക്കുകയും ചെയ്യും. അതാണ് പോസിറ്റീവ് തിങ്കിങ്. എന്തും സംഭവിക്കാം. അല്ലാതെ എല്ലാം നല്ലതേ നടക്കൂ, നല്ലതേ നടക്കൂ, നല്ലത് തന്നെ നടക്കുള്ളൂ, ഞാൻ വിചാരിച്ചതുപോലെ നടക്കും എന്ന് ചിന്തിക്കലല്ല പോസിറ്റീവ് തിങ്കിങ്. എന്ത് സംഭവിക്കാം, ദാറ്റ്സ് ഓക്കേ, ബിക്കോസ് ഇറ്റ്സ് എ ഗിഫ്റ്റ്. എന്തും സംഭവിച്ചോട്ടെ, അതിൽ എന്തോ നല്ലത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും, അത് ഞാൻ കണ്ടെത്തും. ഞാൻ അഡ്വാൻസിന് കടന്നപ്പോൾ ഇതുപോലെ പലതും കേട്ടിട്ടുണ്ട്. നിങ്ങൾ പല കോഴ്സുകൾ ചെയ്യുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കും, നിങ്ങളുടെ കൂടെയുള്ളവർ ചോദിക്കും, മനസ്സിലാകുന്നുണ്ട? നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കും, പലരും ചോദിക്കും, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പലരും കളി കേൾക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണ്ട? ആ കഥ കേൾക്കണ്ട. അവിടെ നിങ്ങൾക്ക് ബധിരനാവണം. നമ്മൾ ചെവി കേൾക്കരുത്, അത് കേൾക്കരുത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് പവർ സീരീസ് എന്ന് പറഞ്ഞിട്ട് നീട്ടിവെക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഴ്സ് വരാൻ പോകുന്നുണ്ട്. 5-day മോർണിംഗ് സെഷൻ. നീട്ടിവെക്കുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ടൈം മാനേജ്മെന്റ് കോഴ്സാണ്. 24-ാം തീയതി ആരംഭിക്കുകയാണ്. രാവിലെ ഇതിനു മുൻപ് നമ്മൾ 5 ദിവസത്തേക്ക് പ്രോഗ്രാം ചെയ്തില്ലേ? 5 days മോർണിംഗ് സീരീസ് ആണ്. ഈ മോർണിംഗ് പവർ സീരീസ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 6:30 മുതൽ 7:30 വരെയാണ് പ്രോഗ്രാം ഉണ്ടാകുക. പ്രോഗ്രാമിൻ്റെ ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് 4,990 രൂപയാണ്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള വാല്യൂ ഉള്ള പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് 299 രൂപയാണ്. ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇന്ന് റൈറ്റ് നൗ, ഇപ്പോൾ ഈ പ്രോഗ്രാം ഈ ഒരു സെഷനിൽ ഇരിക്കുന്ന സമയത്ത് 199 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. കഴിഞ്ഞതുപോലെ തന്നെ 199 രൂപയ്ക്ക് ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ആ അവസരം നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തിയെടുക്കുക. 199 രൂപയ്ക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. അതെന്ത് ചെയ്യാണ്? ആരൊക്കെയാ റെഡി ഉള്ളത്? ഓൾറെഡി റെഡി എന്ന് പറഞ്ഞു. റെഡി എന്നുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഞാൻ റെഡി. കമന്റ് ഇടാൻ അറിയില്ല, ഞാൻ റെഡി. റെഡിയാണ്. കമന്റ് ഇടാൻ അറിയില്ല, ഞാൻ റെഡിയാണ്. നമ്പർ ഇതാണ്. പേയ്മെന്റ് അടയ്ക്കേണ്ട നമ്പർ 8086880775.
5. ഇതാണ് നമ്പർ. ഓക്കെ, ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. ഇപ്പം തന്നെ ചെയ്തോളൂ. ചെയ്ത ആൾക്കാർ ഇപ്പം തന്നെ പറയാം. ഓക്കെ, ഞാൻ 299 രൂപയാണ് അതിൻ്റെ ഫീ ഇട്ടത്. ഓക്കെ, ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. 8086007775. റെഡിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നീട്ടിവെക്കുന്ന സ്വഭാവം നമുക്ക് എങ്ങനെ മാറ്റാം? ഐ ആം റെഡി സാർ. ക്യാഷ് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടായിരുന്നു. എങ്ങനെ? ഞാൻ റെഡിയാണ്. ക്യാഷ് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തു തരാം, ഗൂഗിൾ പേ ചെയ്തു തരാം. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ എടുക്കുക. നമ്പർ ഇപ്പൊ തന്നെ ഓൾറെഡി പേയ്മെന്റ് അടച്ചിട്ടുള്ള ആൾക്കാർ ഡൺ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കുറെ ആൾക്കാരുണ്ടോ? ഞാനും കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും ഇന്ന് തന്നെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഡൺ. കൺഗ്രാറ്റുലേഷൻ. ഫൗസിയ ചെയ്ത് കഴിഞ്ഞു. 199 രൂപ. ദാറ്റ് ഈസ് ദ ഡിസിഷൻ. ഓക്കെ, ഇന്ന് തന്നെ സ്ക്രീൻഷോട്ട്. ഓക്കെ, വെരി ഗുഡ്. സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 80 സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. ഫൈസൽ ബാബു, വെരി ഗുഡ്. 199 രൂപ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഹൂ എൽസ്? ആരൊക്കെയാണ് ചെയ്തത്? ഞാൻ റെഡിയാണ്, ഇന്ന് നടക്കാം. വെരി ഗുഡ്, ഫസില. സോ നീട്ടിവെക്കുന്ന സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കുക? അടുത്ത സീരീസ് വരികയാണ്. ഓക്കെ, 24-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വളരെയധികം നല്ല രീതിയിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയമാണ്. ശരത്തിനാണ് അയക്കേണ്ടത്. യെസ്, സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ ഇവിടെ കൊടുക്കാം. 780. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ. 8086880780. ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കാം. 199 ആണ് ഇന്ന് അടയ്ക്കുന്നത്. ഓക്കെ, ഇന്ന് മാത്രം. അല്ലെങ്കിൽ നാളെ മുതൽ എന്താണ്, 299 ആണ്. ഒന്നുമില്ല, ഒരു 100 രൂപ കൂടുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇന്നും വേണമെങ്കിൽ 299 നൽകാം, നിങ്ങളുടെ സന്തോഷം പോലെ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ഓക്കെ 199 കൊടുക്കല്ല, അതിലേറെ വാല്യൂ ഉണ്ട്. സോ 299 തരാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ പേയ്മെന്റ് അടച്ചോളൂ, ആവശ്യം. ബട്ട് ദാറ്റ് ഈസ് എ പേയ്മെന്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, 199 രൂപ. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, വരിക. പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ അറിവുകൾ നൽകാൻ ഞാൻ ഇന്ന് അടക്കും. ഓക്കെ, വെരി ഗുഡ്. ഷംസു പറയുന്നു. ഓക്കെ, ഇന്ന് തന്നെ അടക്കണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അടക്കാം. നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരാനുള്ള ഈ ഒരു നമ്മുടെ ഒരു എഫേർട്ടാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് വരണം. അതിൽ വർക്ക് ബുക്ക് ഉണ്ടാകും. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യണം, വർക്ക് ബുക്കും കാര്യങ്ങളുണ്ടാകും. എങ്ങനെ നീട്ടിവെക്കുന്ന സ്വഭാവം, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം നീട്ടിവെക്കുന്നത്. ആ നീട്ടിവെക്കുന്ന സ്വഭാവം നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നീട്ടിവെക്കുന്ന സ്വഭാവം പലരുടെയും മടി കൊണ്ട്, ട്രോമ കൊണ്ട്, പെയിന് കൊണ്ട്, സ്ട്രെസ് കൊണ്ട് നീട്ടിവെക്കുന്നുണ്ട്. ആ നീട്ടിവെക്കുന്ന സംഗതികളൊക്കെ നമ്മൾ എന്തിനാ എടുത്ത് കളയണം. ഓക്കെ, എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫ് വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ദിസ് ഈസ് യുവർ ലൈഫ്. കോഴിക്കോട് നിന്ന് വെച്ച് നടന്ന പ്രോഗ്രാം മിസ്സായി. ഓക്കെ, ഫോട്ടോസും വീഡിയോസും കണ്ട് സന്തോഷമായി. വെൽവിഷർ. ഓക്കെ, താങ്ക് യു. ആരാണെങ്കിലും ആ പേര് എനിക്ക് ഇഷ്ടമായി, വെൽവിഷർ. നിങ്ങൾ എന്നും നമ്മുടെ കൂടെ വെൽവിഷറായിട്ട് നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നന്നായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താ? ഇന്നത്തെ മെസ്സേജിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ഇന്നത്തെ മെസ്സേജിൽ നിന്ന് ഭയത്തെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാവരും അറിയേണ്ട ഫൈനൽ മെസ്സേജ് ഇതാണ്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എന്ത് സംഗതികളായിക്കോട്ടെ, ഭയപ്പെടുന്ന കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മൾ ചെയ്യുക. അതിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. പ്രയാസമുണ്ടെങ്കിലും പറയുക, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്, ഞാൻ അത് സോൾവ് ചെയ്തോളൂ. അങ്ങനെ തന്നെ, അതാണ് ശുഭാപ്തി വിശ്വാസം. നമ്പർ ചോദിക്കുന്നത്. ഓക്കെ, പേയ്മെന്റ് അടയ്ക്കേണ്ട നമ്പർ. ഓക്കെ, 8086880775. ഇതാണ് നമ്പർ കേട്ടോ. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുക, നേരെ സ്ക്രീൻഷോട്ട് അയക്കുക. ഓക്കെ, വെരി ഗുഡ്. ശരത്ത് സാറിന് അയച്ചോട്ടാ പോരെ? ശരത് സാറിന് അയച്ചെടുത്തോ? സ്ക്രീൻഷോട്ട് ശരത് സാറിന് അയച്ചാൽ മതി. വെരി ഗുഡ്. അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അനില, അറിയുതേർ, സഫാന, അനില, അതേപോലെ റഷീദ്, എല്ലാവരും ജോയിൻ ചെയ്യട്ടോ. അതിൽ ആ കോഴ്സിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെ നീട്ടിവെക്കുന്ന സ്വഭാവം മാത്രം എന്നുള്ള കാര്യം മാത്രമല്ല, ടൈം മാനേജ്മെന്റ് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യണം, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ടൈം മാനേജ്മെന്റ് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. ബിസിനസ്സുകാരൊക്കെ ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് മെത്തേഡുകളുണ്ട്. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോകാം, ഇങ്ങനെയാണല്ലേ എന്ന് തോന്നുന്ന കുറേ സംഗതികളുണ്ട്. റിയാലിറ്റീസ്
ഓക്കെ, അവർക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന മെത്തേഡുകളൊക്കെ അറിയാം. അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കുറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും? സോ വി ഷുഡ് നോ ഓൾ ദീസ് തിങ്സ്. നമുക്കിതെല്ലാം അറിയണം. എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു ടൈം ടേബിളോട് കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ട് പോവുക, നമ്മുടെ ലൈഫ് എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതിനെക്കുറിച്ച് അറിയണം. 5 ദിവസത്തെ ട്രെയിനിങ്, ഇൻറ്റൻസീവ് ട്രെയിനിങ്, വർക്ക് ബുക്കൊക്കെ നൽകിക്കൊണ്ട് ഡീപ്പായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്. കമൻ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇത് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് എ വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം. നുസൈബ, യു ഷുഡ് ജോയിൻ. ഖദീജ മാം ജോയിൻ ചെയ്യണം, നുസ്രത്ത് ജോയിൻ ചെയ്യണം. സോ എവറി വൺ ഷുഡ് ജോയിൻ. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സയ്യാഫ് ജോയിൻ ചെയ്യണം, ജസ്മി ജോയിൻ ചെയ്യണം, ആയിഷ ജോയിൻ ചെയ്യണം, മസീന ജോയിൻ ചെയ്യണം. ഓക്കെ, എവറി വൺ ഷുഡ് ജോയിൻ. ഓക്കെ, ഓൾറെഡി അയച്ചു കഴിഞ്ഞു. വെരി ഗുഡ്, ഫെന്റാസ്റ്റിക്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ. നിങ്ങൾ നൽകുന്ന ആ ഒരു വിശ്വാസത്തിന് നമുക്ക് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വാല്യൂ നൽകാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു സംഗതി ഉണ്ട്. അതിൽ നിങ്ങൾ നൽകുന്ന വിശ്വാസത്തിന് താങ്ക് യു സോ മച്ച്. പറഞ്ഞ പോലെ കഥകൾ വിശ്വസിക്കേണ്ട. ഓക്കെ, ഒരു കഥാവിശ്വാസിയാവരുത്. നിങ്ങൾ മതവിശ്വാസിയായിരിക്കും, പക്ഷെ കഥാവിശ്വാസിയാവരുത്. ഓക്കെ, കഥകൾ വിശ്വസിക്കുന്ന ഒരാളാവരുത്. വെറുതെ കഥകൾ വിശ്വസിച്ചിട്ട് ഭയപ്പെടുത്തുന്നത് എന്തും കഥകളാണ്. ഭയപ്പെടുത്തുന്നത് എന്തും കഥകളാണ്. നിങ്ങൾക്കറിയില്ല, സത്യമില്ല. ആക്ച്വലി ഭയപ്പെടുത്തുന്നത് എന്തും കഥകളാണ് എന്ന് തിരിച്ചറിയുക. ഭയപ്പെടുത്താത്തതാണ് സത്യം. നിങ്ങളെ ഒരിക്കലും ഭയപ്പെടുത്തില്ല. സത്യങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തില്ല. സത്യങ്ങൾ നിങ്ങളെ അത് ഇത്രയേ ഉള്ളൂ എന്ന തിരിച്ചറിവിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലേ? നിങ്ങൾ ഭയപ്പെടുന്ന കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. എസോർണോ? ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ജോലി പോയപ്പോഴാണ് മനസ്സിലായി. ജോലി പോവോന്ന് പേടിച്ചു. ജോലി പോയപ്പോഴാണ് മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയം നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുക. തിരിച്ചറിയണം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള സത്യാവസ്ഥ. നമ്മുടെ ഉള്ളിൽ വെറുതെ ചിന്തിച്ചു കൂട്ടല്ല. ഓക്കെ, ചിന്തിച്ചു കൂട്ടണ്ട. സിംപ്ലി എന്ത് ചെയ്യാം? നമ്മൾ ലൈഫിനെ വേറൊരു ലെവലിൽ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് കാണുക. ഓക്കെ, ജസ്മി പറയുന്നു, ക്യാൻ യു സെൻഡ് 3-4 ബുക്സ് ഓഫ് ലൈഫ് മാക്സിമൈസേഷൻ? ലൈഫ് മാക്സിമൈസേഷന്റെ ബുക്സ് 3-4 ബുക്സുകളാണോ? എന്താ ഉദ്ദേശം മനസ്സിലായില്ല ജസ്മി. ലൈഫ് മാക്സിമൈസേഷന് വേണ്ടിയിട്ട് വായിക്കാനുള്ള ബുക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അതല്ല വർക്ക് ബുക്കാണോ? വർക്ക് ബുക്ക് സർ. വർക്ക് ബുക്ക് ഓൾറെഡി നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്. ഞാൻ വീണ്ടും ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. പുറത്തു പോയിട്ടുണ്ടോ? ഏ ഗ്രൂപ്പിൽ, നമ്മുടെ ലൈഫ് മാക്സിമൈസേഷന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ? ഉണ്ട്. എനിക്ക് കിട്ടിയില്ല സാർ. ഞാൻ പിന്നെ ചോദിച്ചിരുന്നു പക്ഷേ സാറിനോട്. എല്ലാം അതിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം എല്ലാ വർക്ക് ബുക്കും. ഓക്കെ, ഓക്കെ. നിങ്ങളെല്ലാം വെച്ചാൽ ഞാൻ ഇതിപ്പോൾ തന്നെ ചെയ്യാം. ഐ ക്യാൻ ഡു ദാറ്റ് റൈറ്റ് നൗ. ഞാൻ ഇപ്പം തന്നെ എന്ത് ചെയ്യാം? അത് ചെയ്യാം. what I can do is like, just open life maximization. ഈ അതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഡേ 5 ഉണ്ട്. ഡേ 5 കിട്ടി. ഡേ 5 കിട്ടി. ഞാൻ ഏതാ കിട്ടാത്തത്? 3 and 4 3 and 4. 3 and 4 അല്ലേ? ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് നല്ലോണം ആക്റ്റീവ് ആയതുകൊണ്ട് ഡേ 4. നിങ്ങൾ മലയാളമാണോ ഇംഗ്ലീഷാണോ എഴുതാറുള്ളത്? ഇംഗ്ലീഷ് അല്ലേ? ഓക്കെ അല്ലേ? രണ്ടും ആക്കാം. ചിലത് വേർഡ്സ് മനസ്സിലായില്ലെങ്കിലേ. ഓക്കെ. അപ്പൊ രണ്ടും അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാം അയച്ചു തരാം, നോ ഇഷ്യൂ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ലൈഫ് മാക്സിമൈസേഷനിലുള്ള എല്ലാ ആൾക്കാരും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? 199 രൂപയുള്ളൂ. വരിക, അറിവുകൾ സമ്പാദിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് ലൈഫ് മാക്സിമൈസേഷനിലെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ആവോ എന്ന് ചിന്തിക്കേണ്ട. ജോയിൻ ചെയ്തോളൂ. ഏത് സെഷനാണ്, ഏത് അറിവാണ്, ഏത് പോയിന്റാണ് നിങ്ങളെ വേറെ ലെവലിലേക്ക് എത്തിക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നത്തെ പോയിന്റ് ആയിരിക്കാം. നിങ്ങൾ ഏത് പോയിന്റ്, ഞാൻ ഈ സെഷനിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾ വന്നിരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ചില പോയിന്റുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. ശരിയില്ല? ആ ഒരു പോയിന്റ് ഉള്ളിൽ കിടന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അത് അവിടെ കിടന്നിട്ട് പെറ്റ് പെരുകും. അതവിടെ കിടന്നിട്ട് വിത്തായി മാറും. അതവിടെ കിടന്നിട്ട് തഴച്ചു കൊള്ളരും. അതല്ലെങ്കിൽ അതെന്ത് ചെയ്യും? അത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും ചിന്ത.
ഒരു ഐഡിയ മതി ഒരാളെ ചേഞ്ച് ചെയ്യാൻ. ഒരു അറിവ് മതി. എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയാറുണ്ട്, ദുബായിൽ നിന്നുള്ള ഞാൻ പോയി മീറ്റ് ചെയ്തൊരു സുഹൃത്ത് പറഞ്ഞു, ഷാഫിയോട് വർത്താനം പറയുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അതെന്താണെന്ന് വെച്ചാൽ ഷാഫി വെറുതെ കുറേ വിത്തുകൾ ഇടുന്നുണ്ട്, ആൾക്കാരുമായിട്ട് വിത്തുകൾ ഇടും ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പം എന്നിട്ട് പിന്നെ അത് ട്രിഗർ ചെയ്യും. പുള്ളി എന്നെ മീറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം മീറ്റ് ചെയ്ത് സംസാരിച്ച് പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ മീറ്റ് ചെയ്തപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഷാഫിയായിട്ട് സംസാരിക്കുമ്പോൾ നല്ല വിഷയങ്ങൾ സംസാരിക്കുന്നതാണ് നല്ലത്, വിത്ത് പാകിക്കൊണ്ടിരിക്കും എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ സെഷനിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ആരുമായിട്ട് സംസാരിക്കുമ്പോഴേ നല്ല വിഷയങ്ങൾ സംസാരിക്കും. കാരണം അത് ട്രിഗർ ചെയ്യും നിങ്ങളെ. ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യും. നിങ്ങൾ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾ ഇവിടേക്ക് സ്വപ്നത്തിലേക്ക് എത്തിച്ചു, അതിലേക്കുള്ള പാതയിലേക്ക് നിങ്ങൾ കയറും. ആ പ്രോഗ്രാമിൽ വന്നിരുന്നാൽ തന്നെ മതി. എല്ലാം ഹോംവർക്ക് ചെയ്യണം, ചെയ്യാത്ത അത്രയും നല്ലത് അല്ലേ? ഫൗസിയ പറയുന്നു 100 കോടിയുടെ വിത്ത് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഇട്ട് കഴിഞ്ഞു. ആ വിത്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്യും, വെള്ളം നനയ്ക്കും അടുത്ത കോഴ്സിൽ. ഞാൻ വീണ്ടും ആ 100 കോടിയിലേക്ക് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാം, 100 കോടിയിലേക്ക് അച്ചീവ് വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലിട്ട് വരും. ഇതെൻ്റെ ഗുരു കിട്ടുന്നതാണ്. ഇക്ബാൽഖാൻ്റെ ഉള്ളിൽ 100 കോടി കയറി, 100 കോടി വിത്താണ്. സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാമെന്ന് വെച്ചാൽ വിത്ത് നൽകുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊക്കെ പരിഹരിക്കാം. ഡോണ്ട് വറി. ഓക്കെ, ലൈഫിൽ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഏത് രീതിയിൽ പ്രശ്നങ്ങളിലൂടെ പോയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ പ്രതിവിധിയായിട്ട് ഓരോ വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വളരേണ്ട വിത്ത്. 4 ദിവസം 5 ദിവസം നിങ്ങൾ ഇരുന്നപ്പോൾ 100 കോടിയുടെ വിത്ത് ഒന്ന് പാകി കഴിഞ്ഞു. ഇനി അടുത്തൊരു 5 ദിവസം കൂടെ നിൽക്കുമ്പോൾ ആ 100 കോടിയുടെ വിത്തിനെ മുളപ്പിക്കാം. എന്നിട്ട് വളമിട്ട് കൊടുക്കുക, അതിനെ വളർത്തിക്കൊണ്ടുവരാം. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് പഠിപ്പിക്കാം. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. നോക്കിക്കോ, കൂടെ കൂടിക്കോ, ലൈഫ് ചേഞ്ച് ആയിരിക്കും. ഈ പവർ സീരീസ് നിങ്ങൾക്ക് ചെറിയ പേയ്മെൻറ്റേ ഉള്ളൂ. പേയ്മെൻ്റ് അടച്ചിട്ട് കൂടെ കൂടിക്കോ, അത് തന്നെ നിങ്ങൾ വേറെ ലെവലിലേക്ക് എത്തും. മടിച്ചു നിൽക്കേണ്ട. ദിസ് ഇസ് എ ചാൻസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇത് ഇങ്ങനത്തെ ഓഫർ വരുമ്പോൾ ചാടി കയറി പിടിക്കുക. മറിയം മാമൊക്കെ ചെയ്യുന്ന പോലെ ഓൾറെഡി ആ ഒരു ഒറ്റ പ്രോഗ്രാം കൊണ്ട് മറിയം മാമിന് ഒരുപാട് പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും. അന്നവിടെ കോഴിക്കോട് നമ്മുടെ മീറ്റപ്പിന് വന്നപ്പോൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങൾ വേണ്ടതാണ്, നിങ്ങൾ ചെറുതായിക്കോട്ടെ, ചെറിയ മാറ്റങ്ങളായിക്കോട്ടെ, തുടർന്നുകൊണ്ടിരിക്കുക, യാത്ര തുടർന്നുകൊണ്ടിരിക്കുക, ചെയ്യുക, നോക്കി നിൽക്കരുത്, പണിയെടുക്കണം. വേറെ ഒരാളും വന്നിട്ട് ചെയ്യൂല. ചെയ്യേണ്ടത് എന്താണോ പേടിച്ച് നിൽക്കാതെ, രണ്ടും കൽപ്പിച്ചില്ലെന്തി അധികം ചിന്തിച്ച് നിൽക്കാതെ ഇറങ്ങിത്തിരിക്കുക, ചെയ്യുക, പണിയെടുക്കുക. നമ്മൾ പണ്ട് കേട്ടുള്ള ചൊല്ലുണ്ട്, അവസാനം ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ചൊല്ല്, എല്ല് മുറിയ പണിയെടുത്ത പല്ല് മുറിയ തിന്നാം. പണിയെടുക്കണം, പക്ഷെ എല്ലു മുറിയെ പണിയെടുക്കുന്നതാണ്, അധ്വാനിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാർഡ് വർക്ക് മാത്രം പോരാ, ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഒരു നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ പണിയെടുത്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും. പണിയെടുക്കാത്തവനേ റിസൾട്ട് ഇല്ലാത്തുള്ളൂ. ശരിയല്ലേ? 100 കോടി ആർക്കാ കിട്ടാത്ത? 100 കോടിയുടെ പണിയെടുക്കാത്തവൻ, 100 കോടിക്ക് ധൈര്യം കാണിക്കാത്തവന്, 100 കോടി ഇഷ്ടപ്പെടാത്തവന്, 100 കോടിക്ക് വേണ്ടി സ്വപ്നം കാണാത്തവന്, 100 കോടി വിഷ്വലൈസ് ചെയ്യാത്തവന്, 100 കോടി വിഷൻ ബോർഡിൽ അല്ലാത്തവന്, 100 കോടി പദ്ധതികൾ എഴുതാത്തവന്, 100 കോടിക്ക് ഗോളുകൾ ലക്ഷ്യം സെറ്റ് ചെയ്യാത്തവന്, 100 കോടിക്ക് ചിന്തിക്കാത്തവന് 100 കോടി കിട്ടില്ല. പണിയെടുത്തവന് കിട്ടും. എടുക്കാത്ത പണിക്ക് റിസൾട്ട് പ്രതീക്ഷിക്കല്ല. അധികം ആൾക്കാരുടെയും പ്രശ്നം എന്താ? ദേ വാണ്ട് ടു ടേക്ക് റെസ്റ്റ് ബിഫോർ ദേ ആർ ടയേർഡ്. ക്ഷീണിക്കുന്നതിന് മുൻപേ അവർക്ക് റെസ്റ്റ് എടുക്കണം. അധികം ആൾക്കാരുടെയും പ്രശ്നം എന്താ? അധികം ആൾക്കാരുടെയും പ്രശ്നം ദേ എക്സ്പെക്ട് ഫോർ ദ റിസൾട്ട്, ദേ ഡിഡ്ന്റ് പുട്ട് എഫേർട്ട്. എഫേർട്ട് ഇടാത്ത കാര്യങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. പണിയെടുക്കാത്ത കാര്യങ്ങൾക്ക്. മനസ്സിലാകുന്നുണ്ടോ?
എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ വായടക്ക് ഷട്ട, കഥകൾ പറയല്, ഡയലോഗ് അടിക്കല്, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും. തനിക്ക് പേടിയാടോ, തനിക്ക് പേടിയായതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഡയലോഗ് അടിച്ച് നടക്കുകയാണ്. താൻ ആരെ കൺവിൻസ് ചെയ്യാനാണ്? ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ പിന്നെ ചെയ്യും, ഞാൻ മറ്റന്നാൾ ചെയ്യും, അന്ന് ചെയ്യും, ഇന്ന് ചെയ്യും. എടുക്കടോ തീരുമാനം, ചെയ്യടോ. സോ ഷട്ട് അപ്പ്. കുറേ നാളെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. സോ ഷട്ട് ദ ഫക്ക് അപ്പ് ആൻഡ് സ്റ്റാർട്ട് അപ്പ്. വായടക്ക്, പണിയെടുക്ക്. കാരണം വേറൊരാളും വരൂല നിങ്ങളെ രക്ഷിക്കാൻ. No one is coming. ഈ പറഞ്ഞത് ഞാനൊക്കെ വരുള്ളൂ. ഇപ്പൊ വന്നില്ലേ? അല്ലാതെ വേറെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് എന്ത് ചെയ്തു നിങ്ങളെ അല്പം രക്ഷപ്പെടുത്തിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, തേടണം. മനസ്സിലാകുന്നുണ്ട്? ടൈം മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ ഡേറ്റ് എന്നാണ് 24-ാം തീയതി. 24-ാം തീയതി. ഓക്കെ, ടൈമുണ്ട്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സോ വായടക്കുക, പണിയെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. കൂടെ ഉണ്ടാവും സാർ. വർഷങ്ങൾക്ക് മുമ്പ് സങ്കടം ഉണ്ടായപ്പോൾ സാറിന്റെ കുട്ടിക്കാലത്തെ വീഡിയോസ് കണ്ടായിരുന്നു മനസ്സിന്റെ എനർജി ലെവൽ ഉയർത്തിയത്. ഓക്കെ, എൻ്റെ കുട്ടിക്കാലത്തെ വീഡിയോ. കുട്ടിക്കാലം പറയാ മേ ബി പറയാൻ പറ്റുമായിരിക്കില്ലേ? അപ്പൊ ഞാനിപ്പോ തന്തവായി ശരിയാ. ഓൾറൈറ്റ്. സോ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പുള്ള സമയത്തെ വീഡിയോസ്. 10 വർഷമൊന്നുമില്ല, തിങ്ക് എന്ത് ചെയ്യാനാ, അന്ന് കാണാൻ കിട്ടിയായിരുന്നു. ഓൾറൈറ്റ്, വെരി ഗുഡ്. എന്തായാലും നമുക്ക് ഇന്ന് കൂടെ നിന്ന് കേട്ടതിൽ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും, ആലോചിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ 100 കോടിയിലേക്ക് വേണ്ടിയിട്ട്. ഉറക്കം നടിച്ച് കിടക്കരുത്, ഉണരുക വേഗം, പണിയെടുക്കുക. ഉണരുക, വേഗം ഒരുങ്ങുക, വയലിലേക്ക് ഇറങ്ങുക, കിളക്കുക, അധ്വാനിക്കുക, കൃഷി ചെയ്യുക, വിത്ത് വാങ്ങുക, വിളവെടുക്കാം ഒരു നാളിൽ. മനസ്സിലാകുന്നുണ്ട? മടി പിടിച്ച് കിടക്കില്ല, അല്ലെങ്കിൽ പട്ടിണി കിടക്കും, ദാരിദ്ര്യം ഉണ്ടാവും. പട്ടിണി ഉണ്ടോ? മാറ്റണം. കഷ്ടപ്പാടുണ്ടോ? മാറ്റണം. പണമില്ലേ? പണം ഉണ്ടാക്കണം. അവസരങ്ങളില്ലേ? അവസരങ്ങൾ ഉണ്ടാക്കണം. അറിവില്ലേ? അറിവുണ്ടാക്കണം. അത്തരത്തിലുള്ള കഥകൾ പറ. ഇല്ലല്ലോ എന്ന് സങ്കടക്കഥ പറയണ്ട. കിട്ടില്ലല്ലോ, ഇതിലേക്ക് ഇറങ്ങിയ പേടിയാണല്ലോ എന്ന ഭയത്തിന്റെ കഥകൾ പറയണ്ട. ഇല്ലേ? ഉണ്ടാക്കും. ഇല്ലേ? നേടിയെടുക്കും. ഇല്ലേ? സൃഷ്ടിച്ചെടുക്കും. അല്ലേ? ഞാൻ ആയിത്തീരും. ഞാനതല്ല, ഞാൻ ആയിത്തീരും. എനിക്കതില്ല, ഞാനത് ഉണ്ടാക്കിയെടുക്കും. ഇതായിരിക്കണം കാഴ്ചപ്പാട്. അതാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. എടാ, ഞാനും ഡൗൺ ആകുമ്പോൾ ആ വീഡിയോ ആണ് കണ്ടിരുന്നത്. യെസ്, പഴയ വീഡിയോകളൊക്കെ വേറെ ലെവലാണ്, എനിക്കറിയാം. അതൊരു കാലം. ഇനിയും അങ്ങനത്തെ വീഡിയോസ് വേണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇടയ്ക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യല്ലേ? ഇതിനിടയിൽ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിൻ്റെ. ഇതൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കും. കണ്ടിട്ട് എന്താ വെച്ചാൽ വേണമല്ലേ, ഇടയ്ക്ക് വേണം. ഞാനൊരു വീഡിയോ അയച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, ലൈഫ് മാക്സിമൈസേഷൻ ഗ്രൂപ്പിലിടാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ലൈക്ക് വെരി, ഐ തിങ്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ടോ സംശയമുണ്ട്, ആരോ ഒരാൾ ഇട്ടിരുന്നോ സംശയമുണ്ട്. ഞാനത് നോക്കട്ടെ, എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം. ഉണ്ട്, വീഡിയോസ് ഉണ്ട്, വേണമെങ്കിൽ അയച്ചു തരാം. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒന്ന് അയച്ചു തരാം. ഞാൻ അയച്ചു തരാം. ഇപ്പം തന്നെ എനിക്കൊരാൾ അയച്ചെന്ന വീഡിയോ ആണ്, ലൈഫ് മാക്സിമൈസേഷൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ
ഞാൻ നിങ്ങളെ ഈ ഒരു ദിവസം എന്ത് ചെയ്യണം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങളുടെ Thank you, നെപ്പോളിയനിലാണ് ഈ ഇരിക്കുന്നത്. Thank you. സാർ ഇപ്പൊ കാമായി, വീഡിയോസ് കാണും. പഴയത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അല്ലേ, ഞാനിപ്പോ കാമായിട്ട്. എന്താ ആരെന്തോ പറഞ്ഞോ? താങ്ക് യു സോ മച്ച്. എന്തായാലും എല്ലാ അഭിനന്ദനങ്ങൾക്കും നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം, നാളെ കാണാം, 24-ാം തീയതി എന്തായാലും കാണാം. പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ അത് നല്ല കിടലിന് അവസരമായിരിക്കും കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് അന്നത്തെ ഒരു 5 ദിവസത്തെ കോച്ചിങ്. സ്പെഷ്യൽ കോച്ചിങ് ആണ്, നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പഠിക്കാവുന്ന കോച്ചിങ് ആണ്. സോ അപ്പോൾ എല്ലാവരും ഹാവ് എ ഗ്രേറ്റ് ഡേ കേട്ടോ. ഷെയർ ആയിട്ട് മുന്നോട്ട് പോവുക. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ. Thank you so much for the love and support. Let's continue the journey of healing, transformation and change. സാധിക്കട്ടെന്ന് മാത്രം പറയുന്നു. Thank you. Thank you. Thank you, sir. You're welcome. Have a great day. As life goes by, we evolve naturally. Thank you, sir. That's it. Yes, Rehana. Yes, thank you. Thanks from the heart. Thank you so much. Jazakallah. Thank you. Have a great day.